ഹലോ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ മുള്ളാത്ത. ഇത്തവണ ഹസ്ബൻഡ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ അമ്മ എനിക്ക് തന്നുവിട്ടതാണ് ഒരെണ്ണം. അപ്പോൾ ഇതിപ്പോൾ നല്ല പഴുത്ത് നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് ഓർത്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കത്തി എടുക്കാത്തത് നല്ല സോഫ്റ്റാണ്, നല്ല നെങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈ വെച്ച് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ കത്തി എടുക്കാഞ്ഞത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇങ്ങ് പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റും ആട്ടോ. ഈ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കെന്തോ ഇതിഷ്ടമാണ്. നിങ്ങളൊക്കെ ഇത് കഴിക്കാറുണ്ടോ? നിങ്ങൾക്കൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മുള്ളാത്തയെന്ന് തന്നെയാണോ ഇതിനെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പുളി അത്ര ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഈ ഫ്രൂട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ചിറ്റയുടെ വീട്ടിൽ പോയതാണ്. കുറച്ച് ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ ആ ചക്കയിൽ കുറച്ച് ചിറ്റയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാട്ടോ. അപ്പോൾ പോകുന്ന വഴിയാട്ടോ ഇത്. സൈഡിൽ റബ്ബർ കാടൊക്കെയാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല രസം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അന്നേരം തിരിച്ചെനിക്ക് ഇരുട്ടത്ത് ഇതിലേ വരാൻ പേടിയുമാണ് ഗൈസ്. അപ്പോൾ അത് കാരണം മോനോട് ഞാൻ പറഞ്ഞു, തിരിച്ച് നമുക്ക് നേരത്തെ ഇറങ്ങാം കേട്ടോ, ഇരുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണേ. അപ്പോൾ ഞാൻ ഇനി ചക്ക വിഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.